ഇത് ഷാർജ റിസർച്ച് ടെക്നോളജി ആൻഡ് ഇന്നൊവേഷൻ പാർക്ക്. ഇവിടെ ഒരു പരീക്ഷണം നടക്കുകയാണ്. നാളത്തെ ലോകത്തിന്റെ യാത്രാരീതികളെ വലിയ തോതിൽ സ്വാധീനിക്കാൻ പോകുന്ന സ്കൈപോഡുകളുടെ സുരക്ഷാ പരിശോധനകൾ ഇവിടെ പുരോഗമിക്കുകയാണ്. സാമ്പ്രദായിക യാത്രാരീതികളെയെല്ലാം പൊളിച്ചടക്കാൻ പോകുന്ന ഭാവിയുടെ ചിത്രം ഇവിടെ നമുക്ക് ഇന്നേ കാണാം. വർത്തമാനകാലത്ത് നിന്നുകൊണ്ട് ഭൂമി തൊടാതെ മനുഷ്യൻ യാത്ര ചെയ്യുന്ന ആ ഭാവി കാലത്തെ നേരിട്ട് കാണിച്ചു തരികയാണ് ഷാർജ. When you travel our port, we say that you are boarding the future. We are boarding the future with our system, because what we have in mobility, it is the key point. Mobility, it unites people. Mobility, it provides GDP growth, for example. Mobility, this is something what people are looking for. But what do we have now on the ground? We have outdated automobiles, heavy trucks with huge emission, allocation of land for asphalt and huge accidental rate. യൂസ്കൈ ട്രാൻസ്പോർട്ട് എന്ന കമ്പനിയാണ് ഷാർജയുടെ ആകാശങ്ങളിൽ പാതയൊരുക്കാൻ ഒരുങ്ങുന്നത്. ഷാർജ സർക്കാരിന്റെ പൂർണ്ണ പിന്തുണയോടെയാണ് ഈ പരീക്ഷണങ്ങൾ ഇവിടെ പുരോഗമിക്കുന്നത്. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള വിദഗ്ധരാണ് പദ്ധതിയുടെ ഓരോ ഘട്ടവും സൂക്ഷ്മമായി ഇവിടെ വിലയിരുത്തുന്നത്. We are located in Sharjah Research Technology Innovation Park, that I would assume the best place for innovations, for innovation technologies, and we permanently feel the support from Sharjah Research Technology Innovation Park, and what is the main important, we feel support from His Highness Sheikh Sultan Al Qasimi, who is ruler of Sharjah, because he was personally involved in setting up this idea in Sharjah. നിലവിൽ ഇവിടെയുള്ള 400 മീറ്റർ നീളമുള്ള ലൈൻ സജ്ജീകരിച്ചാണ് പരീക്ഷണങ്ങളെങ്കിലും മണിക്കൂറിൽ 150 കിലോമീറ്റർ വരെ വേഗതയിൽ സ്കൈപോഡിന് യാത്ര ചെയ്യാൻ സാധിക്കും. ഇതിനായി നീളമേറിയ പുതിയ ലൈനുകളുടെ നിർമ്മാണവും ഇവിടെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അതീവ സുരക്ഷാ സംവിധാനങ്ങളാണ് ഈ വാഹനത്തിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. ഇതുതന്നെയാണ് ഇതിനെ മറ്റു യാത്രാ മാർഗങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. Right now, here you have 400 meters line. Now under construction, 2 lines. Each line is 2.4 kilometers length. Again, it is test and certification line. And the first commercial project will be around maybe 6 kilometers line. And Karfakan project, if it comes, it will be around 24 kilometers line. But we can build up to 100, 200 kilometers. And again, we can build passenger and container line as well. UAE പരീക്ഷണം ആരംഭിച്ചപ്പോൾ കാലാവസ്ഥയുടെ പ്രത്യേകതയായിരുന്നു നേരിട്ട പ്രധാന വെല്ലുവിളിയെന്ന് ഔലഗ് പറയുന്നു. പൊടിക്കാറ്റ് സ്കൈപോഡിന്റെ റെയിലിൽ മണൽ തങ്ങി നിൽക്കാൻ കാരണമാകും. ഇത് പോഡിനെ സുഗമമായ യാത്രയ്ക്ക് തടസ്സമാകുമെന്ന് മനസ്സിലാക്കിയ എഞ്ചിനീയേഴ്സ് വാഹനത്തിന്റെ മുകളിൽ ശക്തിയുള്ള പ്രൊപ്പല്ലർ ഘടിപ്പിച്ചാണ് ആ പ്രതിസന്ധിക്ക് പരിഹാരം കണ്ടത്. UAEയിലെ കനത്ത ചൂടിനെയും പൊടിക്കാറ്റിനെയും അതിജീവിക്കാനുള്ള സംവിധാനങ്ങളാണ് ഇന്ന് ഈ സ്കൈപോഡിലുള്ളത്. When we started our test operations, we found out a lot of challenges related to climate, dust, sand. For example, you can see powerful impellers on top of the vehicle. So we found out that rails become very dusty. That is why we had to have some impellers to blow off sand. മനുഷ്യരെ വഹിച്ചുള്ള യാത്രകൾക്ക് മാത്രമല്ല, വലിയ നഗരങ്ങളെ ബന്ധിപ്പിച്ചുള്ള ചരക്കു നീക്കത്തിനും ഇത്തരം വാഹനങ്ങൾ ഉപയോഗിക്കാൻ സാധിക്കും. ജനസാന്ദ്രത കൂടിയ ഇന്ത്യ പോലെയുള്ള നഗരങ്ങൾക്ക് ചരക്കുകളുടെ വേഗത്തിലുള്ള കൈമാറ്റത്തിന് പരീക്ഷിക്കാവുന്ന വലിയ മാതൃക കൂടിയാണ് ഇത്തരം പോഡുകൾ.
let's talk about India. In India, all roads are congested, and delivery of containers, it is very expensive exercise, by the way, because of this. So, and a lot of people there involved in this, like drivers and others. So, what we propose to build container line, we can build cross-continent, cross-subcontinent from Mumbai to Chennai line that will connect two coasts of India, for example. And then these containers, they will fly in the air with speed 150 kilometers per hour without any emission, without any human involvement. ഈ പോർട്ടിനുള്ളിൽ ആഡംബരങ്ങൾക്കും ഒട്ടും കുറവില്ല. വിമാനത്തിലെന്ന വണ്ണം ലഭിക്കുന്ന സൗകര്യങ്ങളാണ് ഇവിടെ യാത്രക്കാർക്കായി ഒരുങ്ങുന്നത്. താഴെ യുഎഇയുടെ മനോഹര കാഴ്ചകൾ കൺകുളിർക്കെ കണ്ട് അധികം വൈകാതെ തന്നെ സുഖകരമായി ഈ കുഞ്ഞൻ വണ്ടിയിൽ യാത്ര ചെയ്യാൻ സാധിക്കും. യുഎഇയിലെ യാത്രക്കാരുടെയും കാർഗോയുടെയും സഞ്ചാരത്തിന് സ്റ്റീൽ ചരടിൽ ബന്ധിപ്പിച്ച തൂങ്ങിക്കിടക്കുന്ന ഈ ഡ്രൈവറില്ലാ വാഹനം നാളെ വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമെന്ന് ഉറപ്പാണ്.